എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലേക്ക് സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് ഒരു ന്യൂജൻ ഫാമിലി. എന്തോ ശബ്ദം കേട്ടാണ് ഹവ്വ ഉണർന്നത്. വായ്ക്കോട്ട ഇട്ടുകൊണ്ട് ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. ദൈവമേ, സമയം 7 ആയല്ലോ. ആദാം എവിടെ? എന്നും രാവിലെ ഉണർന്ന് ഒരുമിച്ച് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വട്ടം കൂട്ടുന്ന ആളാണല്ലോ. ഇന്ന് എവിടെ പോയി? ഇനി പത്രം വായിക്കുകയാണോ ആവോ? ഹവ്വ മുറികളെല്ലാം കയറി ഇറങ്ങി നോക്കി. തന്നോട് പറയാതെ എങ്ങും പോകാറില്ലല്ലോ. ഇനി സഭാ ഹാളിൽ പാസ്റ്ററിനെ കാണാൻ പോയതാകുമോ? ഹേയ്, അതുണ്ടാകില്ല. ദൈവദാസൻ ഉച്ച കഴിഞ്ഞ് വെയിലാറിയിട്ട് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഇടയായി ആദാമിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. കൂടെ കൂടെ എസ്റ്റേറ്റിലേക്ക് പോകുന്നു. കാൽക്കുലേറ്ററുമായി കുത്തിയിരുന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. തേങ്ങയുടെയും അടക്കയുടെയും കുരുമുളകിൻ്റെയും വിറ്റ വരവിനെ കുറിച്ച് പറയുന്നു. അല്ല, എസ്റ്റേറ്റ് നോക്കി നടത്താനല്ലേ ഏൽപ്പിച്ചത്? പിന്നെ ഇങ്ങേരെന്തിനാ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത്? ഹവ്വയുടെ ആത്മകഥം ചിന്താമണ്ഡലങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു. നടന്ന് നടന്ന് ഹവ്വ തൻ്റെ ഡ്രസ്സിംഗ് റൂമിലെ കണ്ണാടിക്ക് മുന്നിലെത്തി. മുഖമൊക്കെ ഒന്ന് നോക്കിയിട്ട് ആരോടൊന്നില്ലാതെ ഹവ്വ പറഞ്ഞു, ആദാം എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊറോണ വന്നപ്പോൾ മുതൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ല. ഒരു ബ്ലീച്ചും ഫ്രൂട്ട് ഫേഷ്യലും ഹെയർ സ്പായുമൊക്കെ ചെയ്തിട്ട് കാലം എത്രയായി. കണ്ടടത്തിലൊക്കെ കറുപ്പ് വീഴും മുൻപ് തോട്ടത്തിൽ നിന്നൊരു വെള്ളരി പൊട്ടിച്ച് വട്ടത്തിൽ മുറിച്ച് കണ്ണിൽ വയ്ക്കണം. കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യ സംരക്ഷണ ആവലാതികളുടെ കുരുക്കെടുക്കുന്നതിൽ മതിമറന്ന് നിന്ന ഹവ്വ ഇഷ് ഇഷ് എന്ന ശബ്ദം കേട്ട് ചുറ്റും നോക്കി. ഇതെവിടുന്നാ പാമ്പ് ചീറ്റും പോലെ ഇഷ് ഇഷ് എന്ന ശബ്ദം? ഹവ്വ വാതിലിലേക്ക് നോക്കി. ഓ, എനിക്ക് തോന്നിയതാകും. നോട്ടം പിൻവലിച്ച് വീണ്ടും കണ്ണാടിയിലേക്ക് തിരിയാൻ ഒരുങ്ങവേ ആ ശബ്ദം വീണ്ടും കേട്ടു. ഹവ്വ ആ ശബ്ദത്തിൻ്റെ ഉറവിടം തിരക്കി വെളിയിലേക്ക് ഇറങ്ങി. മുറ്റത്ത് ആരുമില്ല. ഹേയ് സുന്ദരി! അത് കേട്ട് ഹവ്വ ഗേറ്റിന് പുറത്തേക്ക് നോക്കി. അവിടെ ഒരു ജെന്റിൽമാൻ ലുക്കിൽ ഒരാൾ, പച്ച കളർ പാൻറ്റും കോട്ടും, കഴുത്തിൽ മഞ്ഞ തിളങ്ങുന്ന ഉണ്ടക്കണ്ണും, മുഖത്ത് നിറഞ്ഞ ചിരിയും. ഇങ്ങേരെന്താ ഇടയ്ക്ക് നാവ് കാട്ടി നുണയുന്നത്? ഹേയ് സുന്ദരി! ചിന്തകളിൽ ആണ്ടുപോയ ഹവ്വ ഞെട്ടി ഉണർന്നു. ദൈവമേ, സുന്ദരിയെന്നോ? എന്നെയോ? ആദാം പോലും ഇന്ന് വരെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. അയാൾ എത്ര സ്നേഹത്തോടാണ് സുന്ദരിയെന്ന് വിളിക്കുന്നത്. താങ്കൾ ആരാണ്? ഹവ്വ ആഗതനോടാരാനോ? മേഡം, ആദ്യം ഈ ഗേറ്റൊന്ന് തുറക്ക്, നമുക്കിരുന്ന് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഇവിടെയില്ല. ആര് വന്നാലും ഗേറ്റ് തുറക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അയ്യോ മേഡം, തെറ്റിദ്ധരിക്കല്ലേ. മേഡത്തിന് പ്രയോജനമുള്ള ചില കാര്യങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. ഹവ്വേനെ കയ്യിലെടുക്കുവാൻ ആഗതന് ആ ഒരൊറ്റ ഡയലോഗ് മതിയായിരുന്നു. ശരി എങ്കിൽ വരൂ എന്നും പറഞ്ഞ് തണൽ മരങ്ങൾ നിഴൽ വിരിച്ച പച്ച പുൽത്തകിടി പാകിയ വലിയ മുറ്റത്തിൻ്റെ അരികിൽ ഇട്ടിരുന്ന ചാരു ബെഞ്ചിനരികിലേക്ക് ഇരുവരും നടന്നു. കുശലങ്ങൾ പറഞ്ഞ് ഉപഭോക്താവിനെ വലയിലാക്കുന്നതിനിടയിൽ ഹവ്വയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി പറയുവാൻ ആഗതൻ മറന്നിരുന്നില്ല. ഹവ്വയാകട്ടെ അതിൽ മൂക്കും കുത്തി വീഴുക തന്നെ ചെയ്തു. മേഡം, നിങ്ങൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല, ആഗതൻ പറഞ്ഞു തുടങ്ങി. മേഡം, ഇതിനു പുറത്ത് വിശാലമായ ഒരു ലോകം നിറയെ അവസരങ്ങളുമായി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും സൗന്ദര്യമുള്ള മേഡത്തിന്. അതല്ല, മിസ്റ്റർ ദൈവം തമ്പുരാൻ സകല നന്മകളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. ഇനി ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുവാനുള്ളത് എന്ന് ഹവ്വ പറഞ്ഞു നിർത്തി. മേഡം, അത് മേഡത്തിന് ഇവയെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. മേഡം, നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ടോ? വാട്സാപ്പോ? നോക്കൂ മിസ്റ്റർ, ഞാൻ അങ്ങനെ ആർക്കും ആപ്പ് വയ്ക്കുന്നൊരു വ്യക്തിയല്ല. ഹവ്വ അല്പം മുഷിച്ചലോടെ പറഞ്ഞു. സോറി മേഡം, നിങ്ങൾ നിങ്ങളെ തന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. മേഡം, ഈ ആപ്പിൽ ഫോൺ വാങ്ങിയാൽ അതിൽ ഇവയെല്ലാം ഫ്രീയാണ്. ഓ അതെയോ?
വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഹവ്വ പറഞ്ഞു. ഇതൊന്നും വാങ്ങരുത് എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കുക പോലും അരുത് എന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മേഡം, വാസ്തവമായി ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ആഗതൻ സംശയ നിവാരണം നടത്തി. ദേ മിസ്റ്റർ, ഞാൻ കള്ളം പറയാറില്ല, ഹവ്വ ഉറപ്പിച്ചു പറഞ്ഞു. മേഡം, നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്. ദൈവം നിങ്ങളെ കബളിപ്പിക്കുവാൻ പറഞ്ഞതാകും. നൂതന സാങ്കേതിക വിദ്യകൾ ലോകത്ത് അനേകമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾ അറിവ് നേടുകയും തന്മൂലം ദൈവത്തെ മറക്കുമെന്ന് ചുമ്മാതങ്ങ് നിരൂപിക്കുകയും ചെയ്തിട്ട് ദൈവം നിങ്ങളെ ഇതിൽ നിന്ന് അകറ്റി നിർത്തിയതാണ്. മേഡം, ദേ ഈ മൊബൈലിലോട്ടൊന്ന് നോക്കിയേ. ഹവ്വ ആഗതൻ്റെ മൊബൈലിലേക്ക് നോക്കി. അതിലെ ആപ്ലിക്കേഷനുകൾ കണ്ട് ഹവ്വയുടെ കണ്ണ് തള്ളി. ആഹാ, ഇതൊക്കെ കൊള്ളാമല്ലോ. ആളെ കണ്ട് സംസാരിക്കുന്ന വാട്സാപ്പ്, IMO, സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന ഫ്ലിപ്കാർട്ടും ആമസോൺ, പിന്നെ യൂട്യൂബും ഗൂഗിളും. ഹേ, അപാരം തന്നെ. കുറച്ചു മുൻപ് ഇതൊക്കെ അറിയേണ്ടതായിരുന്നു. മാത്രമല്ല, മേഡം ഒരു ഫോൺ വാങ്ങിയാൽ ഒരു ഫ്രീയുമുണ്ട്. മാത്രമല്ല, സിം കാർഡും ഫ്രീ. ഹവ്വ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ബില്ലെഴുതിയ പൈസ കൊടുത്ത് ഹവ്വ ഫോൺ വാങ്ങി. ഇന്ന് തന്നെ എല്ലാം ഡൗൺലോഡ് ചെയ്യണം. ഹവ്വയുടെ വാക്കുകൾ കേട്ട് ആഗതൻ ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. അദ്ദേഹം പോയ ഉടനെ ഹവ്വ ഫോണിൽ പല ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്തു. അനേകം കാര്യങ്ങൾ നോക്കിക്കണ്ടു. കാതിനും കണ്ണിനും ഇൻപമായതിൽ മുഴുകി ഹവ്വ പരിസരം മറന്നു. ആദാം വന്ന് വിളിച്ചിട്ടും ഹവ്വ അതൊന്നും അറിയാതെ സൈബർ ലോകത്തിൻ്റെ ചരട് പൊട്ടിയ ഒരു പട്ടം പോലെ കണക്കെ പറന്നു നടന്നു. ആദാം ഹവ്വയെ കുലുക്കി വിളിച്ചു. ഹണി, നീ എന്താ ഇത്രയും കാര്യമായി നോക്കുന്നത്? സ്ഥലകാല ബോധം വന്ന ഹവ്വ ഫോൺ ആദാമിന് നേരെ നീട്ടി. ഇതെവിടെന്നാണ് ഈ ഫോൺ? ആദാം, പേടിക്കേണ്ട, ഇന്ന് ഇവിടെ ഒരു സെയിൽസ്മാൻ വന്നു. അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണ്. ആദാം ആ ഫോൺ വാങ്ങി. പിന്നീടുള്ള ദിനങ്ങൾ മൊബൈലിൽ നോക്കിയിരിപ്പായി രണ്ടുപേരും. പല ഗ്രൂപ്പുകളിൽ അംഗത്വമെടുത്തു. അതോടെ രണ്ടുപേർക്കും പരസ്പരം ഒന്നും സംസാരിക്കാനില്ലാതെയായി. കുടുംബ പ്രാർത്ഥന നിലച്ചു. സഭായോഗങ്ങളിൽ പേരിഞ്ഞ് തല കാണിച്ചു. പരസ്യയോഗങ്ങളും കൺവെൻഷനുകളും അവഗണിച്ചു. ഇത് മനസ്സിലാക്കിയ ദൈവദാസൻ ഒരു ദിവസം വെയിലാറിയ സമയം ഭവന സന്ദർശനത്തിനെത്തി. ദൈവദാസൻ്റെ പ്രൈസ് ദി ലോർഡ് കേട്ടപ്പോഴേ അവരൊന്ന് നടുങ്ങി. രണ്ടുപേരും കതകിന് പുറകിൽ മറഞ്ഞു. ദൈവദാസൻ പേര് പറഞ്ഞ് വിളിച്ചു. സഹോദര ആദാം, സഹോദരി ഹവ്വ, നിങ്ങൾ എന്താണ് വാതിൽ തുറക്കാത്തത്? ദൈവദാസ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പാപികളാണ്, ആദാം പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ദൈവവചന പ്രകാരമല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? അത് നീ എനിക്ക് ഭാര്യയായി തന്ന ഈ സ്ത്രീ കാരണം ഞാനിപ്പോൾ പിന്മാറ്റത്തിലായിപ്പോയി. എല്ലാറ്റിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ്. ആദാം കുറ്റം ഹവ്വയ്ക്ക് മേൽ വച്ചു. ദൈവദാസൻ ഹവ്വയെ നോക്കി. അയ്യോ ദൈവദാസ, അങ്ങനെയല്ല. ഒരു മനുഷ്യൻ വന്നു. അയാൾ ഒരു സാധനം പരിചയപ്പെടുത്തി എനിക്ക് തന്നു. അയാൾ കാരണം ഞാൻ പിന്മാറ്റത്തിലായി. ദൈവദാസന് കാര്യം മനസ്സിലായി. അദ്ദേഹം ഹവ്വയോട് ഒരു പായയെടുത്ത് നിലത്ത് വിരിക്കുവാൻ പറഞ്ഞു. അതിൽ മുട്ടുകുത്തി വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അവർ അതും പ്രകാരം ചെയ്തു. ദൈവസന്നിധിയിൽ കുറവുകൾ ഏറ്റുപറഞ്ഞു. പുതിയ മനസ്സുള്ളവരായി, പുതിയ മനുഷ്യരായി തീർന്നു. ദൈവദാസന് നന്ദി പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിൽ ഉടനടി പാപങ്ങൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നു. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായി. ഭൂമിയിൽ നിന്നും പലരും ആറ്റപ്പെട്ടു. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് കിട്ടുന്ന ബോണസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്താൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഇന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പാപമോചിതരാകാൻ നമുക്ക് കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.